400 സീറ്റുകളുടെ കഥ പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദിക്ക് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നോക്കി നിൽക്കാനാണ് ഇപ്പോൾ സാധിക്കുന്നത്. അതിന് കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഡൽഹിക്കാർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. അങ്ങനൊരു മുഖ്യമന്ത്രിയെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ ഡൽഹി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണുള്ളത്. കെജ്രിവാളിനെ നോവിച്ചതിൻ്റെ പ്രതികാരം ഡൽഹിയുടെ മണ്ണിൽ കാത്തിരിക്കുന്ന BJPക്ക് കനത്ത തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. പുറത്തുവരുന്ന സർവേകൾ പ്രകാരം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ 7-ൽ 4 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നതാണ് പ്രവചിക്കുന്നത്. നിലവിൽ 7-ൽ 7ഉം BJPയുടെ കയ്യിലാണ്. അതിൽ നിന്നാണ് ഇത്തവണ 4 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് പറയുന്നത്. ന്യൂഡൽഹി, ഈസ്റ്റ് ഡൽഹി, നോർത്ത് ഈസ്റ്റ് ഡൽഹി, ചാന്ദ്നി ചൗക്ക് എന്നിവയാണ് ഇന്ത്യ മുന്നണി BJPയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. അതായത് സ്ക്രീനിൽ കാണുന്നത് പോലെ വ്യക്തമായ ഡാറ്റയുടെയും വോട്ടിംഗ് ശതമാനത്തിൻ്റെയും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന 4 മണ്ഡലത്തിൽ 4ലും വ്യക്തമായ കണക്കുകളുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൽ 49.2% ഇന്ത്യ മുന്നണിയും അതുപോലെ 48.8% വോട്ട് വീതം NDA മുന്നണിയും നേടുമെന്നാണ് പറയുന്നത്. നിലവിൽ കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി MP ആയിരുന്ന ഈ മണ്ഡലത്തിൽ അവരെ മാറ്റി നിർത്തിയതോടെ BJP തോൽവി ഉറപ്പിക്കുന്നുവെന്നും അല്ലെങ്കിൽ തോൽവി ഉറപ്പിച്ചതോടെ മീനാക്ഷിയെ മാറ്റിയെന്നും പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ 48% വോട്ടുകൾ നേടി ഇന്ത്യ മുന്നണി വിജയം നേടുമെന്നാണ് പറയുന്നത്. നിലവിലെ MP മനോജ് തിവാരി തന്നെയാണ് ഇത്തവണയും BJP സ്ഥാനാർത്ഥി. പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടിയാണ് പറയുന്നത്. അതുപോലെ ചാന്ദ്നി ചൗക്ക് മണ്ഡലത്തിൽ മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ BJP അദ്ദേഹത്തെ മാറ്റിയതോടെ ഇത്തവണ ഇന്ത്യ സഖ്യം ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണി 50.4%വും BJPയുടെ NDA മുന്നണി 46.9% വോട്ടുകൾ നേടുമെന്നതാണ് പറയുന്നത്. ചാന്ദ്നി ചൗക്കിൽ വലിയ തോൽവിയാണ് BJPയെ കാത്തിരിക്കുന്നതെന്നും സർവേ പറയുന്നുണ്ട്. ഗൗതം ഗംഭീറിനെ മാറ്റിയ ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലും BJPക്ക് തോൽവി തന്നെയാണ് സർവേ പറയുന്നത്. ഏതായാലും 10 വർഷത്തോളമായി ഇന്ദ്രപ്രസ്ഥത്തിലെ മുഴുവൻ സീറ്റും കൈയാളുന്ന BJP ഇത്തവണ തോറ്റു തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ് എന്നതാണ് സർവേ വ്യക്തമാക്കുന്നത്.